നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭഗവാന്റെ നാമങ്ങൾ എഴുതി എപ്രകാരമാണ് ആഗ്രഹം സാധിക്കുന്നതെന്നും അതേപോലെ അമ്പലത്തിൽ എങ്ങനെയാണ് സമർപ്പിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഞാൻ ചെറിയൊരു ബുക്കാണ് വാങ്ങിയത്. 10 രൂപയുടെ ചെറിയൊരു ബുക്ക് വാങ്ങിയിട്ട് അതിൽ ഞാൻ ഫ്രീ ടൈമിൽ മനസ്സ് കാമായിട്ടിരിക്കുമ്പോൾ, മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഒക്കെ എനിക്ക് ഭഗവാനെ എപ്പോഴൊക്കെ ആഗ്രഹമുണ്ടോ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ എഴുതാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാനിങ്ങനെ അത് എഴുതി ഈ ബുക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ, അതായത് ഗുരുവായൂർ ഏകാദശിക്ക് മുമ്പ് തന്നെ കംപ്ലീറ്റ് ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഏകാദശി ദിവസം ഞാൻ രാവിലെ തന്നെ വ്രതമൊക്കെ എടുക്കുമല്ലോ, എന്നിട്ട് ഭണ്ഡാരത്തിൽ സമർപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നമ്മൾ എത്ര തവണ ഭഗവാന്റെ നാമങ്ങൾ എഴുതുമോ അത്രയും തവണ നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഭഗവാൻ നമ്മുടെ ഉള്ളിലപ്പോൾ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുക്കാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ ഒരു രീതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും നോക്കുക, ട്രൈ ചെയ്യാം.